മക്കള് കൊടാ തിണ്ണേക്ക് വെച്ചു. ഇരിക്ക. അതേ, ഇതാരൊക്കെ വന്നിരിക്കണ നോക്കിയേ. അങ്ങനെ നീങ്ങിരുന്നോളൂ. ആ അല്ല, എന്താ വിശേഷിച്ച്? നാളെ വെള്ള പിറന്നാളാ. ഒരു വെള്ളരി കഴിക്കണം, പിന്നെ തണ്ടനൊരു തവിടും തുളിക്കണേ. ഇവളുടെ മേലാകെ ഒരു തണുപ്പ് വന്നപ്പോ ഞാൻ നേർന്നതാ. എന്താ കുട്ടികൾക്ക് കൊണ്ടുപോയതൊക്കെ സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. മോളിങ്ങോട്ട് വന്നേ, നോക്കട്ടെ. എവിടെ? ഏയ്, ആ കാലൊന്നും കാണിച്ചേ. നമ്മുടെ കുറുമ്പമ്മയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ ഒരസുഖം ഉണ്ടാവില്ല മോക്ക് കേട്ടോ. സന്തോഷമായിട്ട് പോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എന്നാ അങ്ങനെ ആവട്ടെ, നാളെ നേരത്തെ വന്നോളൂ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മക്കളെ, നോക്കി ഇറങ്ങണേ. സ്വാമി, കണ്ടൻ സ്വാമി രക്ഷിക്കണേ. ആ മകള് പൂവിട്ടോളൂ. പ്രസാദം നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പൂവങ്ങൾ ഇട്ടോളൂ. പ്രസാദം ഭഗവതിയുടെ കടാക്ഷമൊക്കെ ഉണ്ടാവും. ധൈര്യമായിട്ട് പൊക്കോളൂ. ചിന്നോ, ഒന്നിങ്ങോട്ട് വേഗം നടന്നേ. എന്താണാവോ എല്ലാവരും കൂടി ഇങ്ങനെ? ഞങ്ങൾ കോമരത്തെ ഒന്ന് കാണാൻ വന്നതാ. ഈ കാവ് ഇങ്ങനെ കിടന്നാ പോരല്ലോ, ഒരു പുരോഗതിയൊക്കെ വേണ്ടേ? വേണം. അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ നിങ്ങളങ്ങോട്ട് വീട്ടിലേക്ക് നടന്നോളൂ. ഞാൻ ഈ വെള്ളരൊന്ന് വലിച്ചാണ് വരാം. എന്തപ്പ അവിടെ നിന്നത്? കേറിയിരിക്കായിരുന്നില്ലേ? വരാ വരാ വരാ. ഏയ് അതേ, ഏടോ ഇനി പറഞ്ഞോളൂ. നാലോറുള്ള കാവോളൊക്കെ നേരായി, ഇതും കൂടി അങ്ങോട്ട് നേരാക്കുക എന്നാണ് ഞങ്ങൾ ചിലരോടൊക്കെ അഭിപ്രായം. ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. കോമരൻ കാവിന്റെ കുറച്ച് അധികാരമൊക്കെ കമ്മിറ്റിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. കമ്മിറ്റിക്കാർ നടത്തട്ടെ, നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. ഒക്കെ ഞങ്ങളേറ്റു. അതിപ്പോ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. കോമരത്തിന്റെ കുറവും വരില്ല, കമ്മിറ്റി നോക്കും. എന്നാ നമുക്കൊരു പ്രശ്നം അങ്ങോട്ട് വെച്ചാലോ? അതാ അതിന്റെ ശരി. നമുക്കൊരു താമ്പൂല പ്രശ്നം അങ്ങോട്ട് വെക്കാം. കോമരം ഉണ്ടാവുമല്ലോ. നമുക്കൊരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിക്കാം. ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ഞാൻ ആ പണിക്കരൊന്ന് കാണട്ടെ, എന്നിട്ട് അറിയിക്കാം. എന്നാ നമുക്കിറങ്ങാം.
കോമരം, താമ്പൂല പ്രശ്നം നടക്കണോടത്തുനിന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആ അത് പോട്ടെ, പ്രശ്നവിധിയിൽ അമ്പലം പണി എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാ തെളിഞ്ഞത്. ആയിക്കോട്ടെ, ആവാലോ. അപ്പോ വിഗ്രഹം വീട്ടിലേക്ക് അങ്ങോട്ട് എടുത്തോളൂ. ഇടവത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തണം. എന്താ? ആ എന്നാ കോമരം അങ്ങോട്ട് നടന്നോളൂ. അമ്മേ, ദേശക്കാരെ, വാഴുന്നവരെ, ഞാൻ എൻ്റെ തിരുവുറുമ്പയെ മച്ചകത്തേക്ക് എടുക്കുക. അമ്മേ ഭഗവതി, തൽക്കാലം അമ്മയെ ഞാൻ ഈ മച്ചകത്ത് പ്രതിഷ്ഠിക്കുകയാണ്. അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് അപ്പാക്കി തരണേ. ദേവിയേ, അമ്മേ ദേവി, ചോപ്പനാരെ, ഇടവം 22-ാം തീയതിയാണ് പ്രതിഷ്ഠാദിനം. നമ്പ്യാരമ്പരാൻ നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇടവഴിയിൽ വെച്ച് പറയാനാണോ തന്നോട് നമ്പ്യാർ പറഞ്ഞ്? തന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, താൻ പൊക്കോ. ദിവസം അടിയൻ്റെ മച്ചകത്ത് കഴിഞ്ഞിട്ട് വല്ല തെറ്റുകുറ്റങ്ങളോ അശുദ്ധിയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ ഭഗവതി.
നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കാം. കോമര അവിടെ നിൽക്കുക. കോമരം കയ്യിലുള്ള വടക്കം വാക്ക് വെച്ചോളൂ. കൈ ശുദ്ധാക്കി ഇങ്ങോട്ട് വരൂ, പ്രസാദം തരാം. പിടിക്കണേ അമ്മേ ദേവി, ഭഗവതി, ദേവി. കുടിവെച്ചൊരു കാവിന്റെ പരദേവതമാരെവിടെ തുടിതുള്ളും മനസ്സിൽ നമ്മൾ വിരിവെച്ച നിലാവെവിടെ കുടിവെച്ചൊരു കാവിന്റെ പരദേവതമാരെവിടെ തുടിതുള്ളും മനസ്സിൽ നമ്മൾ വിരിവെച്ച നിലാവെവിടെ കരിനാഗം പൂക്കുന്ന കരളിന്റെ പാട്ടെവിടെ കരിനാഗം പൂക്കുന്ന കരളിന്റെ പാട്ടെവിടെ പൊരിവയിലും പെരുമഴയാക്കണ കരുതലിന്റെ കാവെവിടെ പൊരിവയിലും പെരുമഴയാക്കണ കരുതലിന്റെ കാവെവിടെ കരുതലിന്റെ കാവെവിടെ കരുതലിന്റെ കാവെവിടെ കരുതലിന്റെ കാവെവിടെ